ഞാൻ വൂളനെ കൊണ്ട് ചെയ്തെടുത്ത ഒരു റൗണ്ട് നെക്ക് ഡിസൈനാണിത്. ഈ നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക എന്ന വിധം നോക്കാം. ഞാൻ എന്തായാലും റൗണ്ട് നെക്ക് ഡിസൈനിൻ്റെ വൂളൻ നൂലിനെ കൊണ്ട് ഉണ്ടാക്കാൻ ഈ കളർ നൂലാണ് എടുത്തത്. ഇതൊരു ഏകദേശം ഒരു ബേബി പിങ്ക് കളറാണത്. പക്ഷേ ശരിക്കും ഇതിൽ ക്യാമറയിൽ ശരിയാവുന്നു. അതാ ആദ്യം ചെയ്യുന്നുണ്ട്. എല്ലാ ഇതിനും ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ വലുപ്പമാക്കി 130 ചെയിൻ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ആദ്യം 130 ചെയിനുകൾ ഇട്ട് വയ്ക്കുക. ചെയിൻ ഇട്ട് വെച്ച് റൗണ്ട് ശരിയാക്കി വയ്ക്കുക. അതേമാതിരി ഞാൻ 130 ചെയിൻ ഇട്ട് വെച്ചു. ഉണ്ട് ഇത്രയും നീളം. ഇനി അടുത്ത് എന്താ ചെയ്യുക, ഈ ഓരോ ചെയിൻ്റെ മുകളിൽ നിന്നും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കും. അതേമാതിരി അറ്റം വരെ ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇനി ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇനി അത് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തു 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞ് 4ാമത്തെ ചെയിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. എന്നാലേ റൗണ്ട് ഷേപ്പിൽ ഇത് നെക്ക് ഡിസൈൻ റൗണ്ട് ഷേപ്പാണല്ലോ. അപ്പോൾ റൗണ്ട് ഷേപ്പ് വരണമെങ്കിൽ ഈ 2 വെച്ച് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് അല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരില്ല. കണ്ടോ, ഇത് 3 ചെയ്ത് 4ാമത്തേൻ്റെ മുകളിൽ 2 വെച്ച് ചെയ്ത് ഇനി അടുത്തതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 3 വെച്ച് ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇനി അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ ഇവിടെ ഞാൻ ചെയ്തെടുത്തു. ഇനി അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തു. അങ്ങനെ ചെയ്തെടുത്തു. ഇനി ഇതേ മുകളിൽ 3 അതേമാതിരി ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്ത് കൊണ്ടുവരണം. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്ത് റൗണ്ട് ഫുള്ളായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന് ഉണ്ടോ, ഇവിടെ ഇതേമാതിരി തയ്ച്ചെടുത്ത് ഇവിടെ ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് കൊണ്ടുവന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന് 3 ചെയിനിട്ട് വീണ്ടും 3 ചെയിൻ, അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആയില്ല. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് 3ാമത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. വീണ്ടും അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. അങ്ങനെ വന്നത് അതിന് ശേഷം ക്രോസ് ആയിട്ട് അങ്ങനെ വന്നു. ഇനി അടുത്തത് ഇവിടെ 3 ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലൊരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് വീണ്ടും 3 ചെയിനുണ്ട്. അപ്പോൾ 3 ചെയിനാകുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ, എന്നിട്ട് അവിടെ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. അപ്പോൾ ടോട്ടൽ 4 ഡബിൾ ക്രോഷ്യ വന്നു.
ഇതേമാതിരി വന്നു. ഇതേമാതിരി വന്നു. ഇനി വീണ്ടും 4 ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. 3 ചെയിന്, അവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ഇനി വീണ്ടും 3 ചെയിൻ, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, 4 ഡബിൾ ക്രോഷ്യ ടോട്ടൽ വേണം. ഇതിൻ്റെ മുകളിൽ 4 ഡബിൾ ക്രോഷ്യ. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവരണം അങ്ങനെ വെച്ചിട്ട്. ഈ നെക്ക് ഡിസൈൻ ഇതുവരെ തയ്ച്ച് കഴിയുന്ന സമയത്ത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. കണ്ടോ? ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് ഇതാ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ അങ്ങനെ ചെയ്യുക. 2 ചെയിൻ ഇടുക. 2 പോരും, 3 ചെയിനിൽ 3 ചെയിൻ ഇട്ടിട്ട് ഇതവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ കൊടുക്കണമെന്നില്ല, സ്മോൾ ക്രോഷ്യ കൊടുത്താൽ മതി. അല്ലോ ഇതേമാതിരി വീണ്ടും 3 ചെയിൻ ഇടുക. ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. അല്ലോ വീണ്ടും 3 ചെയിൻ ഇടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇതേമാതിരി ഇങ്ങനെ വരും. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ജോയിൻ്റ് ആക്കി കൊടുക്കണം. അതേമാതിരി ഞാൻ എല്ലാ സ്ഥലത്തും ചെയിൻ ഇട്ടിട്ട് കണ്ടോ, ഈ ചെയിൻ ലാഫ്റ്റർ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയിൻ ഇതവിടെ എത്തി. ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ, ഇവിടെ ഒരു ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. 3 ചെയിനും ഒരു സിംഗിൾ ക്രോഷ്യ ആകുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആകുമ്പോൾ ഇതവിടെ കണ്ടത്. ഇതേമാതിരി ചെയ്തെടുത്ത് 2 ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് വീണ്ടും ഇതിൻ്റെ അകത്ത് ഈ ചെയിൻ്റെ അകത്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ, ഇവിടെ 2 ഡബിൾ ക്രോഷ്യ, ഇവിടെ വീണ്ടും 2 ചെയിൻ ഇടുക. എന്നിട്ട് ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇതേമാതിരി 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് 4 ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 1 2 3, ഇനി ഒന്നും കൂടെ 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ഇത് ഈ ഗ്യാപ്പിൻ്റെ അകത്ത് ചെയ്തെടുക്കുക. ഇതേമാതിരി 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇനി അടുത്ത 2 ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ഇതിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് 3 ചെയിൻ ഇടുക. 1 2 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടിട്ട് ഒരു വി മാതിരി ഇതിൻ്റെ മുകളിൽ വരുത്തണം. ഉണ്ടോ? ഇതേമാതിരി ചെയ്തെടുക്കുക. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യകൾ ഓരോ ചെയ്തെടുത്തതിന് ശേഷം വേണം
ഇതേമാതിരി ഒന്ന് ചെയ്തെടുക്കാൻ. അതേമാതിരി പിന്നെയും വീണ്ടും രണ്ട് ചെയിനിട്ട് കഴിഞ്ഞിട്ട് ഇതവിടെ അതേമാതിരി 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് ഇവിടെ ഇപ്പോൾ ഒന്നല്ലേ ചെയ്തത്, ഒന്നും കൂടെ 2 ചെയിനിടുക. പിന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പം 2 രണ്ടെണ്ണം കഴിഞ്ഞാൽ രണ്ടെണ്ണം കൂടെ ചെയ്യും. 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ ഒന്നും കൂടെ ചെയ്യും. 2 ചെയിനിട്ടിട്ട് ഇവിടെ ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇനി അടുത്ത 2 ചെയിനിട്ടിട്ട് ഇതവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇതവിടെ നമ്മൾ ചെയ്തെടുത്തില്ലേ ഇതേമാതിരി 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. ഇതേമാതിരി വന്നു. ഇനി ഇവിടെ ഒരു ചെയിനിടുക. എന്നിട്ട് ഇവിടെ ഇതേമാതിരി 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ ഇതേമാതിരി 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ചെയിനിട്ടിട്ട് ഇതേമാതിരി ചെയ്തെടുക്കുക. വീണ്ടും 4 ഡബിൾ ക്രോഷ്യകൾ വീണ്ടും ചെയ്യുക. അത് ഇവിടെ ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഇതുവരെ ഇത് ചെയ്തെടുക്കുക. ഇതുവരെ ചെയ്തെടുത്തിട്ട് അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തു. ഒരു ഭാഗം ഫുള്ളായിട്ട് കണ്ടോ. ഈ ഭാഗം ഇതേമാതിരി 5 വെച്ച് ചെയ്യും. അടുത്ത അടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ. ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ, 2 ചെയിന്. അടുത്ത ഒരു ഡബിൾ ക്രോഷ്യ ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. കണ്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയിനുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് ചെയിനിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ചെയിനിടുക. പിന്നെ നമ്മൾ മാതിരി നമ്മൾ ചെയ്ത് വെച്ചതുണ്ടല്ലോ അതിൻ്റെ മുകളിൽ നിന്നാണ് ചെയ്യില്ല. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്യുക. പിന്നെ വീണ്ടും ഒരു ചെയിനിടുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ 8 ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ മാത്രം. ഇതിപ്പോൾ 2 ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. 4 ഡബിൾ ക്രോഷ്യ.
8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി ഇത് 8 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ അങ്ങനെ ചെയ്തെടുത്തു. കണ്ടോ? ഇതാ ഇതിൻ്റെ മുകളിൽ ഇത് 2 ചെയിനിടുക. ഇത് ചെയിനിട്ടിട്ട് ഇത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ. ഇത് ഒഴിവാക്കണം, ഇത് ഒഴിവാക്കി തൊട്ടടുത്തതാണ്. പിന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇവിടെ രണ്ട് ചെയിൻ ഇട്ടിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും 2 ചെയിൻ ഇടുക. ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ചെയിനിടുക. 2 ചെയിനിടുക. ഇത് ചെയിനിട്ടിട്ട് ഇത് ഒഴിവാക്കി, ഇവിടുത്തെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇതവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 ചെയിൻ ഇട്ടിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചെയിനിടുക, ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഇവിടെ ചെയ്ത മാതിരി തന്നെ 8 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ അങ്ങനെ ചെയ്യും. പിന്നെ ഇവിടെ ഈ റൗണ്ടിൽ ഫുള്ള് പിന്നെ ഇതേമാതിരി ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തെടുത്തിട്ട് ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് കൊണ്ടുവരണം. ഇത് ചെയ്തെടുത്തത് ഇതുവരെ ഉണ്ടെങ്കിൽ ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇതുവരെ ചെയ്യുന്ന സമയത്ത് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്തെടുക്കുക. അടുത്ത സ്റ്റെപ്പ് ഇത് അവിടെ നിന്നാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് ചെറിയ നോട്ടിട്ടിട്ട് കൊണ്ടുവന്നത് അവിടെ വരെ കൊണ്ടുവന്നു. അപ്പോൾ അതാ ഡബിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി. 2 ചെയിൻ ഇടുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇനി വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്തെടുക്കുക. ഇവിടെ 2 ഡബിൾ ക്രോഷ്യ. ഇനി 2 ചെയിൻ ഇടുക. ചെയിനിട്ടിട്ട് ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ആ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഇതവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. അങ്ങനെ വന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ഗ്യാപ്പ് ഒഴിവാക്കണേ. ഒഴിവാക്കിയിട്ട് വേണം അടുത്ത് ചെയ്യാൻ. ഇതേമാതിരി ഇപ്പോൾ 2 ചെയിനിടുക. ഇത് ചെയിനിട്ടിട്ട് ഇവിടുത്തെ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, ആ ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി വരും. പിന്നെ വീണ്ടും 2 ചെയിനിടുക. ഇത് ചെയിനിട്ടിട്ട് ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഡബിൾ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് മാതിരി വന്ന് വീണ്ടും 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ആ ഡബിൾ ക്രോഷ്യൻ്റെ ഉള്ളിൽ നിന്ന് അതായത് ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി ഇങ്ങനെ വരും ചെയിനായിട്ട്. ഇത് ഈ അറ്റം വരെ ഇതുവരെ ചെയ്തെടുക്കണം. അത് ചെയ്യുക. അതേമാതിരി ഞാൻ ചെയ്തെടുത്തു. കണ്ടോ? ഇനി അടുത്ത ചെയ്യുന്ന 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 ചെയിനിടുക. ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക.
തെറ്റിപ്പോണ്ട കയ്യിൻ്റെ ഇവിടെ മാറ്റി 2 ഡബിൾ. അപ്പോൾ ഇവിടെ നോക്കിയത് കുറഞ്ഞ് വന്നത് കണ്ടോ? ഇവിടെ നോക്കണം. ഇവിടെ ആദ്യം ഇതാ 4 എണ്ണമായിരുന്നു. 1 2 3 4 ഡബിൾ. പിന്നെ 1 2 3 ഇപ്പോൾ ഇവിടെ 2 എണ്ണമായി. ഇനി മേലോട്ട് വരുമ്പോൾ 1 ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത അടുത്തതിൻ്റെ മുകളിൽ ഇവിടെ 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക. വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇതേമാതിരി ഇതുവരെ ചെയ്തുകൊണ്ടുവരണം. അതേമാതിരി ഞാൻ ഇതുവരെ ചെയ്തെടുത്തു. രണ്ടാമത്തെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതവിടെ ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷേ, അതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷേ ചെയ്തെടുത്തു. മുകളിലാണോ? അല്ല, അതിൻ്റെ മുകളിലല്ല, തെറ്റിപ്പോയതാണ്. ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അപ്പോൾ അത് അതേമാതിരി വന്നു. അല്ലേ? ഇവിടെ ഇനി 2 ഇവിടെ 2 ആവും. അപ്പോൾ ചുരുങ്ങി വരും. അല്ലേ? ഇതേമാതിരി ഉണ്ടാവും ഇത് കാണാനായിട്ട്. എങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ഈ അറ്റം വരെ ഇതിൻ്റെ ഇതുവരെ ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇവിടെ എന്താ ചെയ്ത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പും കൂടെ ചെയ്യുക. ഇവിടെ വരെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഈ ഗ്യാപ്പിൻ്റെ അകത്തുനിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. 2 ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ചെയിനിൻ്റെ അകത്തുനിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ചെയിൻ ഇടുക. പിന്നെ ഈ ഡബിൾ ക്രോഷേ ഇവിടെ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് 2 ഡബിൾ ചെയിൻ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു ചെയിനിൻ്റെ അകത്തുനിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചെയിൻ ഇടുക. വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ചെയിൻ ഇടുക, ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അതേമാതിരി ഈ അറ്റം വരെ ചെയ്തെടുക്കണം. ഇതേമാതിരി ഓരോന്ന് വെച്ചിട്ട് ചെയ്തെടുക്കുക. ഇതേമാതിരി വരുന്നുണ്ട്. ഇതേമാതിരി വരും. അത് ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ ചെയ്തെടുത്തത് വരെ അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞു. അവിടെ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഡബിൾ ക്രോഷേൻ്റെ ഈ സൈഡത്തതിൻ്റെ നടുക്കത്തതിൻ്റെ മുകളിൽ ഒരു ചെയിൻ ഇടുക. ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ചെയിനിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. 4 ചെയിൻ ഇടുക. പിന്നെ മേലോട്ട് 2 3 4 ചെയിൻ ഇട്ട് ചായന ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ നോട്ടിടുക. ഇതിൻ്റെ മുകളിൽ ഇത് ചെയ്യുക. അങ്ങനെ വന്നു. പിന്നെ വീണ്ടും ഈ ഡബിൾ ക്രോഷേ ഇവിടെ ചെയ്ത് വെച്ച ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഒരു ചെയിൻ ഇടണേ. ഇവിടെ ഒരു ചെയിൻ ഇട്ടിട്ട് വേണം ഇത് ഡബിൾ ക്രോഷേ ചെയ്യാൻ. ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഒരു ഡബിൾ ക്രോഷേ
ചെയ്തെടുക്കുക. ചെയ്തെടുത്തിട്ട് വീണ്ടും ഇതേമാതിരി 4 ചെയിനിട്ട് ഇതവിടെ അങ്ങനെ ഇതിൻ്റെ മുകളിൽ ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചെയിനിട്ടിട്ട് ഈ നടുക്കിലത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയിനിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. വീണ്ടും 4 ചെയിനിട്ട് ഇട്ടിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് വീണ്ടും ഒരു ചെയിനിടുക. ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി ചെയ്ത് വയ്ക്കുക. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തെടുക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ അങ്ങനെ ചെയ്തെടുക്കുക. കണ്ടോ? അതേമാതിരി തയ്ച്ചെടുത്തു. കണ്ടോ? ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഇതിൻ്റെ നടുക്കിൽ ഒന്നുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. 2 ഡബിൾ ക്രോഷേ ചെയ്യും. അപ്പോൾ ഇവിടെ എന്തായത് നോക്കുക, ഇവിടെ 4 ഉള്ളത് 3 എണ്ണമായി, 3 എണ്ണം 2 എണ്ണമായി, 1 ഇവിടെ ഇതേമാതിരി വന്നു. ഇതേമാതിരിയാണ് ഈ ഫ്ലവർ ഉണ്ടാവുക. ഇനി അടുത്ത എന്താ ചെയ്യട്ടെ വെച്ചാൽ, അടുത്തത് അവിടെ ഇതേമാതിരി 2 ചെയിനുണ്ട്. 2 ചെയിനിട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റാർട്ട് ചെയ്യാതെ ഈ ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 ചെയിനിൽ ഇവിടെ മറ്റേടത്ത് ചെയ്ത മാതിരി തന്നെ ചെയ്തെടുക്കുക. ഇതവിടെ അങ്ങനെ അങ്ങനെ ഈ റൗണ്ടിൽ ഫുള്ള് ഇവിടെ ഈ റൗണ്ടിൽ ചെയ്ത മാതിരി തന്നെ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഇതുവരെ ചെയ്ത് കൊണ്ടുവരണം. ഇതുവരെ ചെയ്ത് കൊണ്ടുവന്നാൽ ഈ നെക്ക് ഡിസൈൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ആ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ നെക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് നെക്ക് കാണാൻ ഇതേമാതിരി ഉണ്ടാവും.